കലണ്ടറിൽ ഒരു താൾ കൂടി മറിയുന്നു. 2025 എന്ന അധ്യായം ഓർമ്മകളുടെ അറയിലേക്ക് മാറ്റിവെച്ച് പുത്തൻ പ്രതീക്ഷകളുടെ മഷിയുമായി 2026 ആഘോഷത്തോടെ വരവേറ്റ ലോകത്ത് ആദ്യമായി 2026 എത്തിയത് ശാന്തസമുദ്രത്തിലെ കിരിബാതി ദ്വീപുകളിലാണ്. ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് 3:30 തന്നെ അവിടെ പുതുവർഷപ്പിറവി നടന്നു. പിന്നാലെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും വർണ്ണാഭമായ വെടിക്കെട്ടുകളോടെ 2026 വരവേറ്റു. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 9:30 ചൈനയിൽ പുതുവർഷമെത്തി. അർദ്ധരാത്രി 1:30 പുതുവർഷം UAE പിന്നിട്ടത്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 റഷ്യയിലും പുലർച്ചെ 5:30 UK-യിലും 2026 എത്തി. കേരളത്തിൽ ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും മറ്റു ജില്ലകളിലും വിവിധ ആഘോഷ പരിപാടികളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത്. 2 ലക്ഷത്തിലധികം ആളുകളാണ് ഇത്തവണ കൊച്ചിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി വെളി മൈതാനത്തും പരേഡ് ഗ്രൗണ്ടിലും പപ്പാനിയെ കത്തിച്ചു. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഫോർട്ട് കൊച്ചിയിലെ ആഘോഷങ്ങൾ. തലസ്ഥാന നഗരിയിലും ആഘോഷങ്ങൾ ഒട്ടും കുറഞ്ഞില്ല. കോവളം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ആദ്യമായി 40 അടി ഉയരമുള്ള കൂറ്റൻ പപ്പാനിയെ കത്തിച്ചു. DJ പാർട്ടിയും വിവിധ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മലബാറുകാരുടെ പ്രിയപ്പെട്ട ആഘോഷ കേന്ദ്രമായ കോഴിക്കോട് ബീച്ചിൽ 10,000-ങ്ങളാണ് ഒത്തുകൂടിയത്. സംഗീതവും നൃത്തവുമായി യുവജനങ്ങൾ ബീച്ചിനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഉത്സവ പറമ്പാക്കി മാറ്റി. 2026 കേരളം വരവേറ്റത് സമാനതകളില്ലാത്ത ആവേശത്തോടെയാണ്. 2 ലക്ഷത്തിലധികം പേർ ഒത്തുചേർന്ന കൊച്ചിയും 40 അടി ഉയരമുള്ള പപ്പാനിയുമായി തിരുവനന്തപുരവും സംഗീതത്തിൽ അലിഞ്ഞ വയനാടും ഇത്തവണത്തെ പുതുവർഷത്തെ അവിസ്മരണീയമാക്കി. വരാനിരിക്കുന്ന ദിവസങ്ങൾ പ്രത്യാശയുടേതും ഐശ്വര്യത്തിൻ്റെതുമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.